കടലോളം പടർന്നിരിക്കുകയാണ് ഭീതി. കടലിൽ വീണ 150-ലധികം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളുണ്ട്. ഇവയിൽ പലതും അതിവേഗം തീപിടിക്കാവുന്ന ഖര ദ്രവ പദാർത്ഥങ്ങളാണ്. ശ്വസിച്ചാൽ അപകടകരമാകുന്ന വസ്തുക്കളും കണ്ടെയ്നറുകളിലുണ്ട്. കടൽ വെള്ളം കയറിയാൽ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ. ഇങ്ങനെയുള്ള പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങളുടെ ആഘാതത്തിന്റെ ഭീതിയിലാണ് കേരള തീരം. കപ്പൽ തീപിടുത്തത്തിനെ തുടർന്ന് കണ്ണൂരിൽ കടൽ വെള്ളം പരിശോധനയ്ക്കെടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പയ്യാമ്പലം കടപ്പുറത്ത് വെച്ച വെള്ളം ശേഖരിച്ചു. വെള്ളത്തിൽ രാസവസ്തുക്കൾ അടങ്ങിയോ എന്നാണ് പരിശോധിക്കുന്നത്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യബന്ധന പ്രശ്നങ്ങളും സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. നമുക്കിവിടെ പാരിസ്ഥിതിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അത്തരം കാര്യങ്ങൾ ജാഗ്രത പാലിച്ച് അതിന് പരിഹാരം ഉണ്ടാവുകയും നമുക്ക് ഏതെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ അത് ക്ലെയിം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഭാഗത്തുള്ളത്. അത് കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായതെന്നുള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങളെന്നും മന്ത്രി VN വാസവൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഗവൺമെന്റ് അല്ല ഉൾക്കടലിൽ നടക്കുന്ന ഏത് അപകടങ്ങളെ സംബന്ധിച്ചുള്ള കേസെടുക്കേണ്ടതും അതിന്റെ നിയന്ത്രണവും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിനാണ്. കോഴിക്കോട്, എലത്തൂർ, ബേപ്പൂർ, വടകര തുടങ്ങിയ പല മേഖലകളിലും ജില്ലാ കളക്ടർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.